ബംഗളൂരു നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ജനജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് IT മേഖലയിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളും വിവിധ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളും ദിവസേന മണിക്കൂറുകളാണ് റോഡുകളിൽ ചെലവഴിക്കുന്നത്. രാവിലെയും വൈകിട്ടും നഗരത്തിലെ പ്രധാന പാതകളിൽ അനുഭവപ്പെടുന്ന കനത്ത തിരക്ക് യാത്രക്കാരുടെ സമയം നഷ്ടപ്പെടുത്തുന്നതിനൊപ്പം മാനസിക സമ്മർദ്ദവും സാമ്പത്തിക ഭാരവും വർദ്ധിപ്പിക്കുന്നു. ഓൺലൈൻ ടാക്സി സേവനങ്ങളുടെ ഉയർന്ന നിരക്കുകളും സ്വകാര്യ വാഹനങ്ങളുടെ ഇന്ധനച്ചെലവും സാധാരണക്കാർക്ക് വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിലാണ് ബംഗളൂരു സബർബൻ റെയിൽവേ പദ്ധതി പ്രതീക്ഷയുടെ പുതിയ അധ്യായമായി മാറുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളെ അതിവേഗവും കാര്യക്ഷമവുമായി ബന്ധിപ്പിക്കുന്ന ഈ മഹത്തായ പൊതുഗതാഗത പദ്ധതിയിലൂടെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബംഗളൂരു നഗരത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും വികസനത്തിന് വലിയ പിന്തുണയാകുന്ന ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസേന കുറഞ്ഞ ചെലവിൽ സുരക്ഷിതവും സമയബന്ധിതവുമായി യാത്രാ സൗകര്യം ലഭ്യമാകും. നിലവിൽ റോഡുകളെ മാത്രം ആശ്രയിക്കുന്ന യാത്രാ സംവിധാനത്തിന് ശക്തമായ ഒരു ബദലായി സബർബൻ റെയിൽവേ മാറുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിയുടെ ഭാഗമായി സർവീസിനിറങ്ങുന്ന ആദ്യ ട്രെയിൻ 2027 നവംബറോടെ ബംഗളൂരുവിലെത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ആവശ്യമായ സാങ്കേതിക പരിശോധനകളും സുരക്ഷാ പരീക്ഷണങ്ങളും നടത്തും. ട്രാക്ക്, സിഗ്നലിംഗ്, വൈദ്യുതീകരണം, സ്റ്റേഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ ഏകോപനം പൂർത്തിയാക്കിയ ശേഷം 2028 ഡിസംബറോടെ ആദ്യപാത പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദിവസേന ജോലി ആവശ്യങ്ങൾക്കായി ദീർഘദൂരം സഞ്ചരിക്കുന്നവർക്ക് വലിയ ആശ്വാസമാകും. ബംഗളൂരുവിന്റെ ഗതാഗത ഭാവിയെ രൂപപ്പെടുത്തുന്ന ഈ അത്യാധുനിക ട്രെയിൻ കോച്ചുകൾ നിർമ്മിക്കുന്നത് ചെന്നൈയിലെ പ്രശസ്തമായ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ കോച്ച് നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായ ഈ സ്ഥാപനത്തിന് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ട്രെയിൻ കോച്ചുകൾ നിർമ്മിക്കുന്നതിൽ ദീർഘകാല പരിചയമുണ്ട്. അതിനാൽ തന്നെ ബംഗളൂരു സബർബൻ റെയിൽവേക്കായി നിർമ്മിക്കുന്ന കോച്ചുകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കും. ആദ്യഘട്ടത്തിൽ 3 കോച്ചുകൾ അടങ്ങിയ ട്രെയിനുകളായിരിക്കും സർവീസിനിറങ്ങുക. എന്നാൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് 6 കോച്ചുകളും 9 കോച്ചുകളും ഉൾക്കൊള്ളുന്ന ദൈർഘ്യമേറിയ ട്രെയിൻ സെറ്റുകൾ പിന്നീട് ഉപയോഗത്തിലാക്കും. നഗരത്തിലെ തിരക്കേറിയ സമയങ്ങളിൽ വെറും 5 മിനിറ്റ് ഇടവേളയിൽ ഓരോ ട്രെയിനും ലഭ്യമാക്കാനാണ് പദ്ധതി. ഇതിലൂടെ യാത്രക്കാർക്ക് ദീർഘനേരം കാത്തുനിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കുകയും സമയബന്ധിതമായി ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ സഹായിക്കുകയും ചെയ്യും. രൂപകൽപ്പനയുടെ കാര്യത്തിൽ ഈ ട്രെയിനുകൾക്ക് മെട്രോ ട്രെയിനുകളുമായി സാമ്യമുണ്ടാകും. കോച്ചുകളുടെ ഇരുവശങ്ങളിലും ബെഞ്ച് മാതൃകയിലുള്ള സീറ്റുകളായിരിക്കും ഒരുക്കുക. ഇതിലൂടെ കോച്ചിന്റെ നടുവിലുള്ള ഭാഗത്ത് കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ മതിയായ ഇടം ലഭിക്കും. യാത്രക്കാരുടെ തിരക്ക് കൂടുതലുള്ള സമയങ്ങളിലും ആളുകളെ കൂടുതൽ കാര്യക്ഷമമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ മെട്രോ കോച്ചുകളേക്കാൾ കൂടുതൽ യാത്രക്കാരെ ഒരേ സമയം വഹിക്കാൻ ഈ ട്രെയിനുകൾക്ക് കഴിയും. പരിസ്ഥിതി സൗഹൃദ യാത്രാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഓഫീസുകളിലേക്കും IT പാർക്കുകളിലേക്കും സൈക്കിൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർക്കായി ഓരോ കോച്ചിലും പ്രത്യേക സൈക്കിൾ സ്റ്റാൻഡുകൾ ഒരുക്കും. സൈക്കിൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും എളുപ്പത്തിൽ കയറ്റിയിറക്കാനും കഴിയുന്ന സൗകര്യങ്ങളാണ് ഇതിനായി ഉൾപ്പെടുത്തുന്നത്. ഇത് നഗരത്തിൽ ഹരിത ഗതാഗത സംസ്കാരം വളർത്തുന്നതിനും വാഹന ആശ്രിതത്വം കുറയ്ക്കുന്നതിനും സഹായിക്കും. അതുപോലെ വിമാനത്താവളങ്ങളിലേക്കും ദീർഘദൂര യാത്രകൾക്കുമായി സഞ്ചരിക്കുന്നവർക്കായി വിശാലമായ ബാഗേജ് റാക്കുകളും സജ്ജീകരിക്കുന്നുണ്ട്. സീറ്റുകൾക്ക് മുകളിലും പ്രത്യേക ഭാഗങ്ങളിലുമായി വലിയ ബാഗുകളും യാത്രാ സാമഗ്രികളും സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രാ അനുഭവം ലഭിക്കും. സാങ്കേതിക മികവിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ ഈ ട്രെയിനുകൾ രാജ്യത്തെ ഏറ്റവും ആധുനിക സബർബൻ ട്രെയിൻ സംവിധാനങ്ങളിലൊന്നായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന പാതകളിൽ ഉപയോഗിക്കുന്നത് പോലെ 25 കിലോവാൾട്ട് ഓവർഹെഡ് വൈദ്യുതീകരണ സംവിധാനത്തിലൂടെയാണ് ട്രെയിനുകൾക്ക് വൈദ്യുതി ലഭിക്കുക. മികച്ച വേഗത, ഉയർന്ന കാര്യക്ഷമത, കുറഞ്ഞ ഊർജ്ജ ഉപഭോഗം എന്നിവ ഉറപ്പാക്കുന്ന സംവിധാനമാണിത്. 3 കോച്ചുകൾ ഉൾക്കൊള്ളാൻ ഒരു ട്രെയിൻ സെറ്റിന് ഏകദേശം 1000 യാത്രക്കാരെ വരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയും. യാത്രാ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ആധുനിക ബ്രേക്കിംഗ് സംവിധാനങ്ങളും സ്വയമേവ പ്രവർത്തിക്കുന്ന നിയന്ത്രണ സംവിധാനങ്ങളും ഡിജിറ്റൽ സിഗ്നലിംഗ് സാങ്കേതിക വിദ്യയും ട്രെയിനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ട്രെയിനുകളുടെ വേഗത കൃത്യമായി നിയന്ത്രിക്കാനും അപകട സാധ്യതകൾ പരമാവധി കുറയ്ക്കാനും സാധിക്കും. ടെൻഡർ നടപടികളിലെ കാലതാമസം ഒഴിവാക്കി പദ്ധതിയുടെ പുരോഗതി വേഗത്തിലാക്കുന്നതിനായി കർണാടക ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് പ്രൊക്യൂർമെന്റ് നിയമത്തിൽ പ്രത്യേക ഇളവ് അനുവദിക്കുകയും ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുമായി നേരിട്ടുള്ള കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. റെയിൽവേ ബോർഡിന്റെ പ്രാഥമിക അനുമതിയോടെയാണ് ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത്. കോച്ചുകളുടെ നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യ വികസനങ്ങൾക്കുമായി ഏകദേശം 4270 കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്നു. ഈ തുകയുടെ ബാധ്യത സംസ്ഥാന സർക്കാരും ഇന്ത്യൻ റെയിൽവേയും തുല്യമായി പങ്കുവഹിക്കും. ബംഗളൂരു നഗരത്തിന്റെ ഭാവി ഗതാഗത ആവശ്യങ്ങൾ മുൻകൂട്ടി കണക്കിലെടുത്ത് നടപ്പാക്കുന്ന ഈ സബർബൻ റെയിൽവേ പദ്ധതി പൂർത്തിയാകുന്നതോടെ
പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്നും പൊതുഗതാഗതത്തിന്റെ ഉപയോഗം ഗണ്യമായി വർദ്ധിക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത് ബംഗളൂരുവിനെ കൂടുതൽ സുസ്ഥിരവും യാത്രാ സൗഹൃദവുമായ ഒരു മഹാനഗരമാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.